നമസ്കാരം, ഞാൻ ദിനേശ് തോപ്പർണിക്ക. നമ്മൾ ഇൻഡോർ പ്ലാന്റുകളെ കുറിച്ച് ഒരു സീരീസ് ആയിട്ട് വീഡിയോ ചെയ്യാണ്. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ, പല സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോഴും പല ആളുകളുടെ മെസ്സേജ് കാണുമ്പോഴും സത്യത്തിൽ ആർക്കും ഇൻഡോർ പ്ലാന്റുകൾ എന്താണ് അറിവില്ല എന്ന് മനസ്സിലായി. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് ആളുകൾക്ക്. അതിൻ്റെ പ്രധാന കാരണം യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസും നഴ്സറിക്കാർ കൊടുക്കുന്ന ചെടികളുമാണ് പ്രധാന വില്ലൻ. എന്താണെന്ന് നോക്കാം. ഇനി ആദ്യമേ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് ഇൻഡോർ പ്ലാന്റ്സ്? ഏത് തരം പ്ലാന്റുകളെയാണ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്? നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇനി നമുക്ക് എന്താണ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ചകളും വീഡിയോസും ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞത് വെളിച്ചം കുറവുള്ള പ്ലാന്റുകൾ ഉള്ളിൽ വെക്കാൻ, വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചാലും കേടുവരാത്തതാണെങ്കിൽ അത്തരം പ്ലാന്റുകളെ നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വീടുകളുടെ ഉള്ളിൽ പ്ലാന്റ് വളർത്തണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് വീട്ടിനകത്തും വീട്ടിന് പുറത്തും വളർത്താം. വീട്ടിൽ പുറത്ത് വളർത്തുന്ന ചെടികൾ പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്ന ചെടികളാണ്. കാരണം അവയുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് കാറ്റും വെളിച്ചവും എല്ലാം തട്ടി വളരുന്ന ചെടികളാണ്. എന്നാൽ സൂര്യപ്രകാശം കുറഞ്ഞ ഏരിയകളിൽ വളരുന്ന ചെടികൾ, അതായത് സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത കുറഞ്ഞ സ്ഥലങ്ങളിൽ വളരുന്ന ചെടികളും പിന്നെ വീടുകളിൽ തന്നെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത സ്ഥലങ്ങളിൽ വളരുന്ന ചെടികളുണ്ട്. ഈ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലങ്ങളിൽ വെളിച്ചം ഉണ്ടായിരിക്കും, പക്ഷെ സൂര്യപ്രകാശം നേരിട്ട് തട്ടില്ല. അത്തരം സ്ഥലങ്ങളിൽ വളരുന്ന ചെടികൾ വേറൊരു വിഭാഗത്തിലും അതിൻ്റെ വളർച്ച വേറൊരു രീതിയിലും ആയിരിക്കും. അവ ഏകദേശം 40% കുറവ് സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടികളുടെ വിഭാഗമൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റുകളുടെ വിഭാഗത്തിലേക്ക് പെടുത്താം. അപ്പോൾ നമ്മൾ കാണാം, വീടിൻ്റെ ഇറക്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലോ അല്ലെങ്കിൽ തെക്ക് വടക്ക് ദിശയിലോ ഒക്കെ വീടിൻ്റെ ഏതെങ്കിലും ഇറക്കുകളിൽ സൺഷെയ്ഡിൻ്റെ അടിയിൽ കുറച്ച് നേരം വെയിൽ കിട്ടും, പിന്നെ അപ്പുറേക്കും 1 മണിക്കൂർ വെയിൽ കിട്ടുമ്പോഴേക്കും പോകുന്നു. ആ ഭാഗത്തുള്ള ചെടികളൊക്കെ വേറെ രീതിയിലാണ് വളരെ. ഈ ഇൻഡോർ പ്ലാന്റുകൾ അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ ചെടികൾ പൂ ഉണ്ടാവുന്ന ചെടികളും പൂ ഉണ്ടാവാത്ത ചെടികൾ, അതായത് ഇലച്ചെടികളും നമുക്ക് വേർതിരിക്കാം. എന്നാൽ പൂ ഉണ്ടാവുന്ന എല്ലാ ചെടികളും വെയിലത്ത് വെക്കേണ്ടവയാണ്. 99% ചെടികളും വെയിലത്ത് വെക്കേണ്ടത്. എന്നാൽ ഈ പൂ ഉണ്ടാവുന്ന ചില ഇനം, ഇപ്പൊ പീസ് ലില്ലി, നമ്മളെ എന്താ പറയുക, ആന്തൂറിയം പോലത്തെ ചെടികൾ ഷെയ്ഡിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അധിക ചെടികളും പൂ ഉണ്ടാവുന്ന ചെടികൾ സൂര്യപ്രകാശത്തെ ഇഷ്ടപ്പെടുകയും കുറച്ച് ചെടികൾ പൂ ഉണ്ടാവുന്നത് തന്നെ അത് സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത തരം ചെടികളാണ്. ഇനി ഇലച്ചെടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇലച്ചെടികൾ വളരെ കളറ്, പലതരം വർണ്ണങ്ങൾ ഉള്ള ഇലകളുള്ള മിക്സഡ് ചെടി, ക്രോട്ടൺ പോലത്തെ ചെടികൾ, അതുപോലെ കോളിയസ് പോലത്തെ ചെടികൾ, ഇത്തരം ചെടികളൊക്കെ നല്ല വെയിലുള്ള സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോളിയസ് എന്നൊക്കെ പറയുന്ന ആ ചെടിയൊക്കെ നമുക്ക് എടുത്തിട്ട് തണലിൽ കൊണ്ടുവച്ചാൽ അത് വാടി നിൽക്കുന്ന പോലെയും കളറില്ലാത്ത ഇല ഒരു നോർമൽ കളറൊക്കെ ആവും. വെയിലത്ത് നല്ല വെള്ളം ഒഴിച്ച് വളർത്തണമെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും, നല്ല കളറും കിട്ടും. അപ്പൊ ചെടികളെ പറ്റി നമ്മൾ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കണം. ഇതിൽ നഴ്സറികളിൽ നമ്മൾ പോയിട്ട് ഇപ്പോൾ ഒരു ഹൗസ് വാമിംഗ് സമയത്ത് അകത്ത് കുറേ ചെടികൾ വെക്കണം എന്ന് തോന്നി നമ്മൾ ഒരു നഴ്സറിയിൽ പോയാൽ ആ നഴ്സറിയിലുള്ള ആളുകൾ ഇതിനെ പറ്റി ആധികാരികമായി പഠിച്ച ആളുകളാണെങ്കിൽ അത് പറയും ഏത് ചെടി വേണം ഏത് ചെടി വേണ്ടെന്നുള്ളത്. മറ്റത് അധികം ആളുകളും ചെയ്യുന്നത് വെച്ചാൽ, ഈ വാങ്ങാൻ പോകുന്ന ആളുകൾ ചോദിക്കും, ഈ ചെടി അകത്ത് വെക്കാൻ പറ്റുമോ? ആ, കുഴപ്പമില്ല, വെക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അകത്ത് വെക്കും. അപ്പൊ ചിലപ്പോൾ അകത്ത് വെക്കാൻ പറ്റിയ ചെടികളായില്ല. പിന്നെ യൂട്യൂബിൽ കാണുന്നത് പോലെ എല്ലാ ചെടികളും എടുത്ത് അകത്ത് വെക്കാനും പറ്റില്ല. അതിന് കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇൻഡോർ പ്ലാന്റുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇൻഡോർ പ്ലാന്റുകൾ എന്നൊരു വിഭാഗമല്ല, സൂര്യപ്രകാശം അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് അല്പം തണലുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ വെയിൽ കൂടിയ സ്ഥലങ്ങളിലും വളർത്തുന്ന, അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ചിൽ വളർത്തുന്ന, അങ്ങനെ 2-3 വിഭാഗമാക്കി നമുക്ക് തിരിക്കാം. അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുറച്ച് ചെടികൾ നമ്മൾ അകത്തളങ്ങളിലേക്ക് മാറ്റുന്നു. ഇനി ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം അറിയേണ്ട കുറച്ച് കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്.
വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ പുറത്തൊരു നഴ്സറിയിൽ പോയിട്ട് പെട്ടെന്ന് വാങ്ങിയിട്ട് നമ്മൾ ചെടികൾ കൊണ്ടുവച്ചാൽ അതിന് പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം നന്നായിട്ട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളെ കുറിച്ചൊന്ന് പഠിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇൻഡോർ പ്ലാന്റുകൾ എത്തിക്കുക അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റുകൾ എത്തിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക്